പ്രിയ ഇബ്രാഹിം കുഞ്ഞ് സാഹിബിൻ്റെ നിര്യാണം നമ്മളെ എല്ലാവരെയും വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ കോഴിക്കോട് പാർട്ടി കമ്മിറ്റി ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇബ്രാഹിം കുഞ്ഞ് സാഹിബിൻ്റെ കുറച്ചു കാലമായി അദ്ദേഹത്തിനുള്ള അസുഖം മൂർച്ഛിച്ചതായി വിവരം കിട്ടിയിരുന്നു. അതനുസരിച്ച് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഞാനിന്ന് കാലത്ത് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആ സമയത്ത് അല്പം സ്റ്റേബിളായിരുന്നു. ആ വിവരം ഞാൻ വാർത്താമാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. കുറച്ചു കാലമായിട്ട് അദ്ദേഹം അസുഖമായി സജീവ പ്രവർത്തനത്തിന് സാധിക്കാതെ ഇരിക്കുകയും നമുക്കെല്ലാവർക്കും നല്ല പോലെ അറിയാവുന്ന പോലെ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. ഇബ്രാഹിം സാഹിബിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുന്നിച്ചേർത്തുകൊണ്ട് അദ്ദേഹം ദീർഘകാലം കൊച്ചിയിൽ നിന്ന് MLA ആയി മന്ത്രിയായി സേവനം അനുഷ്ഠിച്ചു. അതുപോലെ തന്നെ പാർട്ടിയുടെ ലീഡറായി ഉയർന്ന് കേരളത്തിൻ്റെ വികസന പ്രക്രിയയിൽ വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹം നല്ല എഫിഷ്യൻ്റായിട്ടുള്ള ഒരു മിനിസ്റ്ററായിരുന്നു. UDFൻ്റെ ഉയർന്ന നേതാക്കന്മാരൊക്കെ എപ്പോഴും എടുത്തു പറയാവുന്ന ഒരു കാര്യം, അദ്ദേഹം വളരെ പ്രാക്ടിക്കലായിരുന്നു. ഒരു കാര്യം ചെയ്യാൻ സമയബന്ധിതമായി ചെയ്യാൻ നല്ല കഴിവുള്ള ഒരാളായിരുന്നു. അന്ന് എല്ലാ മുഖ്യമന്ത്രിമാരും അദ്ദേഹത്തെ ഈ കാര്യത്തിൽ അങ്ങേയറ്റം പ്രശംസിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ PWD മന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിലെ റോഡുകൾ അന്ന് എല്ലാവരും എടുത്തു പറഞ്ഞിരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് വളരെ മെയിൻ്റെനൻസും അതുപോലെ തന്നെ നിർമ്മാണമൊക്കെ സമയബന്ധിതമായി ചെയ്ത് റോഡുകൾ നല്ല നിലയിലായ, ഏറ്റവും അധികം കേരളത്തിലെ റോഡുകൾ പരാതി കൂടാതെ നല്ല നിലയിൽ കൊണ്ടു നടന്ന, അതിന് വളരെ കഴിവ് പ്രകടിപ്പിച്ച ഒരു മിനിസ്റ്ററായിരുന്നു അദ്ദേഹം എന്ന് എല്ലാവരും എടുത്തു പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗത്ത് ഉള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ ദീർഘകാലമായി നൽകിയ സംഭാവന ചെറുതൊന്നുമല്ല. ശിഹാബ് തങ്ങളോടൊരുമിച്ച്, അതുപോലെ തന്നെ ഹൈദരലി ശിഹാബ് തങ്ങളോട് ഒരുമിച്ച്, ഇപ്പോൾ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളോടൊരുമിച്ചൊക്കെ പാണക്കാട് കുടുംബത്തോടൊപ്പം ഇത്ര ലോയലായി അവരോടൊക്കെ വളരെ അനുസരണയോടുകൂടി ഉയർച്ചയും താഴ്ചയും അതുപോലെ തന്നെ കോൺട്രവേഴ്സികളും അതുപോലെ വിമർശനങ്ങളും ഒക്കെ പൊതുജീവിതത്തിൽ ഉണ്ടാവും. അതൊക്കെ തൻ്റേതായ ഒരു എളിമയിലൂടെ കൈകാര്യം ചെയ്ത് പാർട്ടിയോടും പാർട്ടിയുടെ ലീഡർഷിപ്പിനോടും എന്നും അച്ചടക്കവും അതുപോലെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ ഒരു വലിയ കഴിവ് പ്രകടിപ്പിച്ച നേതാവായിരുന്നു ഇബ്രാഹിം സാഹിബ്. നാളെ കാലത്താണ് അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര നിശ്ചയിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം സാമൂഹിക സാംസ്കാരിക രംഗത്തും ദാനധർമ്മ കാര്യങ്ങളിലും ഒക്കെ വളരെ താല്പര്യമുള്ള, അതിലൊക്കെ എപ്പോഴും പ്രത്യേകിച്ച് ഈ ദക്ഷിണ കേരളത്തിൽ ഈ ഭാഗങ്ങളിലൊക്കെ പാർട്ടിക്ക് വേണ്ടി നിർവഹിച്ചിരുന്ന ഒരാളാണ്. ഇവിടുത്തെ എത്രയോ സ്ഥാപനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ, ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന കാര്യത്തിൽ ഒക്കെ അദ്ദേഹം ഏറ്റവും അവസാനമായി അദ്ദേഹം ഒരു ഡയാലിസിസ് സെൻറ്റർ അതിൻ്റെ ജോലിയിലായിരുന്നു. ഈ സുഖമില്ലാതെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മുഖ്യ പ്രവർത്തനം അതായിരുന്നു. ഞങ്ങളൊക്കെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഞങ്ങളൊക്കെ വ്യവസായ മന്ത്രി, ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിൽ അദ്ദേഹം എപ്പോഴും മുന്നിട്ട് നിന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഉയർന്ന പദവി വഹിക്കുമ്പോൾ പല കോൺട്രവേഴ്സികളും ഉണ്ടാവും. പക്ഷെ അതിൻ്റെ അപ്പുറമൊക്കെ അതൊക്കെ തൻ്റെ നന്മ കൊണ്ട് നിഷ്പ്രഭമാക്കിയ
ഒരു നേതാവായിരുന്നു ഇബ്രാഹിം സാഹിബ്. അദ്ദേഹത്തിൻ്റെ വിയോഗം തീർച്ചയായും കേരളത്തിൻ്റെ നഷ്ടമാണ്, ജനങ്ങളുടെ നഷ്ടമാണ്. കുടുംബത്തോടൊക്കെ കാലത്ത് തന്നെ അവരെ സമാധാനിപ്പിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ സന്ദർഭത്തിൽ അവരോടൊക്കെ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന് തൻ്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് ദൈവം അല്ലാഹു പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക.